ഫേസ്ബുക്കിൽ ഭീഷണി പോസ്റ്റ് ഇട്ടു എന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കൽപ്പറ്റ SHOയുടെ പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവേലിനെതിരെ കൽപ്പറ്റ CI ബിനോയിയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ലാത്തിചാർജിൽ ജസീർ ഉൾപ്പെടെ 50ഓളം പേർക്കാണ് പരിക്കേറ്റത്. ദൈവം ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ വിടത്തില്ല എന്നായിരുന്നു കൽപ്പറ്റ SHOയുടെ ഫോട്ടോ ഉൾപ്പെടെ ചേർത്തുവെച്ച് ജഷീർ പള്ളിവേലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൽപ്പറ്റ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ പോലീസ് നടപടിക്ക് പിന്നാലെയായിരുന്നു ഇത്. പോലീസ് നടപടിയിൽ ഗുരുതരമായി പരിക്കേറ്റയാളാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ജഷീർ. മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജഷീർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെയാണ് ആശുപത്രി വിട്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ SHO പേരെടുത്ത് ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയതായി യൂത്ത് കോൺഗ്രസും പരാതി നൽകിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ജഷീർ പള്ളിവേൽ 24നോട് പറഞ്ഞു. ഡെപ്യൂട്ടേഷനിൽ വന്ന DYSPയും CIയും ബോധപൂർവം ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്നും ജഷീർ ആരോപിച്ചു. ഞാനടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകർക്ക്, എൻ്റെ സഹജീവികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിനകത്ത് മൃഗീയമായി ആക്രമിക്കുകയാണ്. എൻ്റെ ശരീരഭാഗത്ത് ഇനി തല്ലാനും മുറിവേൽപ്പിക്കാനും ശരീരഭാഗങ്ങളില്ല. പേര് വിളിച്ച് ഈ പറയപ്പെടുന്ന ഡെപ്യൂട്ടേഷനിൽ വന്ന DYSPയും CIയും ആക്രമിക്കുമ്പോൾ തീർച്ചയായും അവരെ വിടത്തില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി ആവർത്തിക്കുകയാണ്. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ അതിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ 50ഓളം പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. 24 വയനാട്.